കയ്യിൽ നിന്ന് വരെ പല തവണ ഞാൻ പറഞ്ഞു എന്നെ തൊട്ട് സംസാരിക്കേണ്ടെന്നുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണ്ടേ? തുമ്ലോക്കോണേ ഇത് പൊന്നിച്ച് പേടിപ്പിക്കല്ലേ? ഈ സമയത്ത് അതിങ്ങനെ നിൽக்க വേണ്ട മക്കൾ, ഇത് അത്രയ്ക്ക് സേഫാണ് സ്ഥലമല്ല, വേഗം വീട്ടിലേക്ക് പോകണോ. ചേച്ചി അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. സാവിത്രി. നീ എന്തിനടി ചുമ്മാ ഒച്ച വെക്കണത്? എടാ നിന്നോട് എന്തോരം തവണ പറഞ്ഞിട്ടുണ്ട് ദേഹോദ്രവം ചെയ്യില്ലെന്ന്. വെറുതെ ചേച്ചിയുടെ വായിലിരിക്കുന്നു കേട്ട്. ഞാൻ ഈ ചേച്ചിനെ കണ്ടപ്പോഴോടത്തെ ഇവിടെ 2 കൊല്ലം മുന്നേ ഒരു കേസ് ഉണ്ട്, അത് നിനക്കറിയാവോ? എന്ത് കേസ്? ഒരു 4 പയ്യന്മാർ ഒരു കൊച്ചിനെ ഇവിടെ വെച്ചിട്ടാണ് റേപ്പ് ചെയ്ത് കൊന്നത്. പക്ഷെ ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് പറയുമ്പോൾ ഈ കൊച്ചിങ്ങനെ മരിച്ചടക്കുന്നത് കണ്ട് വന്ന അമ്മ ആണെങ്കിൽ ആ സ്പോട്ടിൽ വെച്ചിട്ട് ആ 3 പേരും വെട്ടി കൊന്നു നാടകട്ടെ. പാവല്ലടാ കൊച്ച്, ഒറ്റ മോളല്ലട, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ കൊച്ചു മരിച്ച വിഷമത്തിൽ ഈ അമ്മയാണെങ്കിൽ ഇവിടെ ഏതോ ട്രെയിനിൽ ചാടി സൂസൈഡ് ചെയ്ത് മരിക്കുകയും ചെയ്തു. പക്ഷെ ആ ഒരു നാറി മാത്രം രക്ഷപ്പെട്ടടാ. അതിനുള്ളത് എന്തായാലും ദൈവം കൊടുക്കൂടാ. എടി ശരിയടി, മതി, നമുക്ക് പോവാം. ആ ചേച്ചി വന്ന പ്രശ്നമാവും. പിന്നെ അത് മാത്രം നല്ല കൊതുവും കടിക്കുന്നുണ്ട്. പോവാം നമുക്ക്. ഇവിടെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, ഞാൻ ഒന്ന് കിടക്കുവാണ്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഹിന്ദി പാട്ട് റൂമിന്നോളുടെ അച്ചു അച്ചു അത്ര നേരമായി വിളിക്കണം. നിനക്ക് വിളി കേട്ടൂടെ? ഞാൻ തലവേദന കിടക്കായിരുന്നു, പാട്ട് വെച്ചോണ്ട് കേട്ടില്ല. നീ ഒന്ന് പോകുമോ? കിടന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇതുവരെ ഹിന്ദി പാട്ട് കേൾക്കാത്ത ഇവളൊക്കെ എന്താ ഇപ്പൊ പെട്ടെന്ന് ഹിന്ദി പാട്ട് കേൾക്കണേ? ഇത് മറ്റേ ഞാൻ അച്ചു അച്ചു സാവിത്രി അന്ന് അവന്മാരായിരുന്നു. ഞാൻ അറിയാതെ ചെയ്ത എന്നെ വെറുതെ